Watch full episodes on Jio Hotstar. ഇത് വളരെ സന്തോഷവാനാ. ഇന്നെനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇനി മുതൽ മോട്ടു ബദലു എന്റെ വഴിക്കൊരു തടസ്സമായി വരികയില്ല. അപ്പൊ എന്താ ബോസ്, നമ്മൾ നഗരം വിട്ട് വെളിയിൽ പോവാണോ? അങ്ങോട്ട് നോക്ക്, ആ വരുന്നതൊരു വലിയ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എനിക്കൊരു കിടിലൻ സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പോവുകയാണ്. ഇത്തവണ മോട്ടു എന്തായാലും പേടിക്ക്. ഒരു എലിയെ കണ്ടാൽ പോലും വരൂ സാറേ വരൂ. ഇത് കണ്ടില്ലേ, നോക്ക്, ഇതൊരു പ്രത്യേകതയുള്ള ഗണ്ണാണ്. ഇതിന്നൊരു സൊല്യൂഷൻ വന്ന് മോട്ടുവിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുക. ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാരുടെ ദേഹത്താണ് ഒട്ടിപ്പിടിക്കുന്നത് അവര് പിന്നീട് പീഡിത്തൊണ്ടന്മാരായി മാറിപ്പോകുന്നതായിരിക്കും. സിംഹങ്ങൾ വരെ എലിയായി മാറും. അതായത് അവൻ എല്ലാത്തിനെയും പേടിക്കുമെന്ന്. ഇനി ഈ സൊല്യൂഷൻ ഞാൻ മോട്ടുവിന്റെ ശരീരത്തിൽ ഇടാൻ പോവുകയാണ്. എന്റെ പത്തുലു, വേഗം വരൂ, വേഗം വരൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? രാവിലെ തന്നെ ഒരു 100-200 സമൂസകളെങ്കിലും എന്റെ വയറ്റിൽ പോകേണ്ട സമയമായ എന്റെ പത്തുലു. വന്നോണ്ടിരിക്ക, ഒന്ന് അടങ്ങിയിരിക്കേ. ഇവന്റെ ഒരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം മാത്രം ആലോചിച്ചിരുന്നിട്ട് ഇന്ന് രാവിലെ നീ പല്ല് തേച്ചോ ഇല്ലയോ? അറിയാം അറിയാം, എനിക്ക് നല്ലോണം അറിയാം. രാവിലെയും രാത്രിയും പല്ല് തേച്ചാലേ പല്ലിന് നല്ല ആരോഗ്യം ഉണ്ടാവുമെന്ന്. മോട്ടു, എന്താ പറ്റിയേ? ഇതെന്താ പറ്റിയേ? കൊടുങ്കാറ്റ് വരുന്നു പത്തലു. ഞാനിപ്പോ പറന്നു പോവും. ഞാൻ വീട്ടിൽ പോവാ. എന്റെ മോട്ടു, നിനക്കിപ്പോ എന്താ പറ്റിയേ? അവിടെ നിക്ക്, ആദ്യം പറഞ്ഞിട്ട് പോ, എന്താ പറ്റിയെന്ന്. ആരായിരുന്നു അത്? മിന്നൽ പോലെ വന്നിട്ട് കൊടുങ്കാറ്റ് പോലെ പോയല്ലോ. അറിയില്ല ആരാണെന്ന്, പക്ഷെ എന്നെ ബുദ്ധിമുട്ടിച്ചു. നിങ്ങള് പോയിക്കോ, ഞാൻ അവന്റെ പുറകെ പോയിക്കോളാം. അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്റെ വകയും 2-3 കൊടുത്തേര്. മോട്ടു, ഇത്തവണയും ഞാൻ നിന്റെ ബോക്സറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ ഇനിയും ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കാൻ നിൽക്കരുത്. ഓടിക്ക് പത്തലു, അങ്ങോട്ട് നോക്ക്. ആ കോഴി വരുന്നത് കണ്ടില്ലേ? അത് നമ്മളെ രണ്ടുപേരെയും തിന്നും. എന്റെ മോട്ടു, അത് കോഴിയാണ്, അല്ലാതെ സിംഹമൊന്നും അല്ല തിന്നാനായിട്ട്. രക്ഷിക്കൂ പത്തലു, രക്ഷിക്കൂ. എന്റെ മോട്ടു, നീ എന്താ ചെയ്യുന്നത്? വേഗം അവിടുന്ന് വന്നേക്ക്. ബോക്സറുടെ കയ്യിൽ നിന്ന് ഇടിമേടിക്കാനുള്ള പരിപാടിയാണോ? അയാളിപ്പോ ഇങ്ങ് എത്തിയേക്കും. എന്റെ പത്തലു, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആ കോഴി നമ്മളെ തിന്നു കളയും. രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും എന്നെ തേനീച്ചടുത്ത് രക്ഷിക്കൂ, ഇല്ലെങ്കിൽ അതെന്നെ തിന്നു കളയും. അല്ല, ഇന്നീ മോട്ടുവിന് എന്താ ഈ പറ്റിയത്? മോട്ടു,
ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരേ ഒരു കാര്യമാണ് എന്റർടൈൻമെന്റ്, എന്റർടൈൻമെന്റ്, എന്റർടൈൻമെന്റ്. പിന്നെ ഞാൻ എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ജോൺ ദ ഡോൺ തന്നെ ആയിരിക്കും. ഞാൻ അവനെ വെറുതെ വിടില്ല. ഏയ് ഇത്തവണ എന്തായാലും ഞാൻ മാത്രമേ സേവ ചെയ്യുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും എനിക്കും സേവനം ചെയ്യാൻ അവസരം തരൂ. എന്നാ വിളി. എന്റെ മോട്ടു വാതിലൊന്ന് തുറക്ക്. എന്താ തുറക്കാത്ത? എന്റെ പത്തില് വേഗം അകത്തോട്ട് കേറി വാ, ഇല്ലെങ്കിൽ തേനീച്ചയ്ക്ക് വരും. വേണ്ട, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഓ ചങ്ക്, ഇതൊരു മരുന്നിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ കാണുന്നതിനെ എല്ലാം പേടിക്കും. നിങ്ങൾക്ക് ജോണിനെ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും അവൻ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത്. ഡോണ്ട് വറി, ഇപ്പൊ തന്നെ ഞാൻ ഇതെല്ലാം ശരിയാക്കി കാണിക്കാം. ഇതിനുള്ള മറുമരുന്ന് എന്റെ അടുത്തുണ്ട് ചങ്ക്. ഓ, ഹോ. മോട്ടു, അല്ല പത്തിലു, നമ്മൾ ഈ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് വന്നിട്ട് എന്തെടുക്കുവാ? മോട്ടു, ഇത് മുഴുവൻ ജോണിന്റെ പണിയായിരുന്നു. നമുക്കവന് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? ഓ പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. മോട്ടുവിന് കൊടുക്കാൻ മറുമരുന്ന് എന്റെ അടുത്ത് ഇല്ല ചങ്ക്, ഇല്ല. ഈ അസുഖം പഴകി പഴകി ഇങ്ങനെയൊക്കെ തുടർന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ പിന്നെ മനുഷ്യന്മാരെ കണ്ടാൽ പോലും പേടിക്കാൻ തുടങ്ങും. ഇവൻ എല്ലാവരെയും കണ്ട് പേടിക്കാൻ തുടങ്ങും ചങ്ക്. സോറി ചങ്ക്, ഇതിനുള്ള മറുമരുന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ചികിത്സിക്കാൻ പറ്റില്ല, പറ്റില്ല. മാറിപ്പോയി, മാറിപ്പോയി. എന്റെ വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറിപ്പോയിരിക്കുകയാണ്. വരൂ, വരൂ. ഫുർഫുറി നഗരം മുഴുവനും നമുക്ക് വലിയ വലിയ സ്ക്രീനുകൾ വെക്കാം. ഞാൻ മോട്ടുവിനെ പേടിപ്പിക്കും, അതെല്ലാവരും കാണണം. നമുക്ക് ലൈവ് ടെലികാസ്റ്റ് വെക്കാം. ബോസ് ബോസ്, ഫുർഫുറി നഗരം മുഴുവൻ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവ് ടെലികാസ്റ്റിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ മോട്ടുവിന്റെ വിവരം ഒന്നും അറിയാനില്ലല്ലോ. വേണ്ട വേണ്ട, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ പോകാൻ അനുവദിക്കുമല്ലേട്ടോ. ഇതുപോലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടിയത് വരില്ല. ഷൂട്ട് ചെയ്യ്, ഷൂട്ട് ചെയ്യ്, എന്നിട്ട് ലൈവ് ടെലികാസ്റ്റ് ഓൺ ചെയ്ത് വെക്ക്. ഈ ഫുർഫുറി നഗരത്തിലുള്ള എല്ലാവരും ഇതൊന്ന് കാണട്ടെ. മോട്ടു എന്നെ എന്തുമാത്രം പേടിക്കുന്നുണ്ടെന്ന്. അതിനുശേഷം ഫുർഫുറി നഗരത്തിലുള്ള എല്ലാവരും എന്നെ പേടിക്കും. പിന്നെ ഈ ജോൺ ആയിരിക്കും ഡാൻ. ഈ ജോൺ ആയിരിക്കും ഡാൻ. രക്ഷിക്കണേ, എന്നെ ഈ ജോണിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ. ഇവനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. ഓ, ഇവന്റെ പല്ലുകൾ നോക്കിക്കേ. നീ തന്നെ ഇടിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് കരയുകയും ചെയ്യുന്നു. ഇത് ചീറ്റിംഗ് ആണ്. പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇടിക്കാതിരിക്കെ, ഇടിക്കണമെങ്കിൽ പേടിക്കാതിരിക്കെ. ഓ എന്റെ അമ്മോ, ഇവന്റെ കൈയൊക്കെ നോക്കിക്കേ, എത്ര വലിയ കൈയാണെന്ന്. ദൂരെ പൊയ്ക്കോ, ദൂരെ പൊയ്ക്കോ, അല്ലെങ്കിൽ നീ എന്നെ കഴിക്കും. ഞാനതിന് സമ്മതിക്കൂല. നിങ്ങളൊക്കെ എന്ത് കാണാനാ ഈ ക്യാമറയും പിടിച്ച് ഇങ്ങോട്ട് വന്നത്?
മനസ്സിലായി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിങ്ങൾ എന്നെ മണ്ടനാക്കുകയായിരുന്നു അല്ലേ? നിനക്ക് ഡോക്ടർ ജഡ്ക മറുമരുന്ന് തന്നിരുന്നു അല്ലേ? എന്നിട്ട് നീ എന്നെ അടിച്ചെടുത്ത് ഒരു പരുവത്തിലാക്കി. ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്ക്. എന്റെ അമ്മോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. വന്നേ ജോൺ, നമുക്ക് ജയിലിലേക്ക് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.